തലയ്ക്ക് മീതെ വലിയൊരു അപകടം ഇരിക്കുമ്പോഴും ഇവിടെ ഇരുന്ന് ചിരിക്കുകയാണോ? ആരാ മനസ്സിലായില്ല? ഹലോ ഹലോ ഹലോ, ഇവിടെ കോമഡി പറയുമ്പോഴേ ആളുകൾ ചിരിക്കാറുള്ളൂ. കോമഡി പറയാത്തപ്പോ ചിരിച്ച അവിടെ ഊളമ്പാറ തൊട്ടടുത്താ ഞാൻ അവിടെ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞേക്കാം. ഈ 6 ബാറ്ററിയുള്ള ടോർച്ചും ഈ റാന്തലും കണ്ടിട്ട് എന്നെ മനസ്സിലായില്ലേ? ഇല്ലേ? പഴയ മലയാള സിനിമയിലൊക്കെ പ്രേതമുണ്ടെന്ന് പറയാൻ വരുന്ന ഒരു വാച്ച്മാൻ ഉണ്ടല്ലോ, ആ വാച്ച്മാനാ ഞാൻ. പ്രായമായിട്ട് ചത്തിലേങ്ങത് മിണ്ടരുത്, ഇവിടെ ട്രാക്കുളയുണ്ട്. അയ്യോ, ഇത് ട്രാക്കുളയല്ല, നെൽസനാ, ഭയങ്കര കൊമേഡിയൻ. മറ്റേ കൗണ്ടർ പിന്നെ ഞാൻ ഇപ്പൊ കൗണ്ടർ പറയാൻ പോലെ. ഹലോ, നമ്മളൊന്നും അല്ല കണ്ട. ഈ കോട്ടയ്ക്കകത്ത് ട്രാക്കുളയുണ്ടെന്ന്. ഈ കോട്ടയിൽ എങ്ങനെയാ ട്രാക്കുള ഉണ്ടാവണേ? ട്രാക്കുള ഉണ്ടാവണമെങ്കിൽ വിദേശത്തുള്ള കോട്ടയിലല്ലേ, കരിങ്കോട്ടയില്. ഇപ്പൊ എവിടെയാ മക്കളെ കരിങ്കോട്ടയിട്ട് ഇരിക്കുന്നത്? കോട്ടകൾ മൊത്തം ഇതുപോലത്തെ ഫ്ലോറിലല്ലേ. റിയാലിറ്റി ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഓരോ വർഷം കോട്ട കെട്ടും. ഒരു വർഷം കൊണ്ട് തീർക്കുമെന്ന് പറയും. 9 വർഷം കഴിഞ്ഞാലും കോട്ട പൊളിക്കത്തില്ല. പിള്ളേരുടെ ചോര കുടിച്ച് 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 ഇവിടെ ഇരിപ്പുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ട്രാക്കുളയും ഉണ്ട്. ഉണ്ടോ? ആ, നിങ്ങൾ നോണ പറയല്ലേ കേട്ടോ. ട്രാക്കുളയുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ഞങ്ങൾ വിശ്വസിക്കില്ല ട്രാക്കുള ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കാണണോ? നിങ്ങൾ വരുത്ത്. ഇത് കണ്ടാൽ അവൻ വരും. ഇത് പൈൻ്റല്ലേ? ഇത് പയഞ്ചല്ല. നമുക്ക് 3 ആക്കിയാലോ? ഇത് അവനെ വെറുതെ വിളിക്കണ്ട. ഇത് 3 ആക്കാൻ പയഞ്ചല്ല, ചുടു ചോരയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതു ചുരു ഇറങ്ങി അവൻ വരും. ഇതിവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പേടിക്കണ്ട. അവൻ വരുമ്പോൾ ഈ ഭസ്മം എടുത്ത് അവന്റെ മുഖത്തെറിഞ്ഞാൽ മതി കേട്ടോ. എനിക്കറിയാം ഇതിവിടെ ഉണ്ടെങ്കിൽ ഏത് ചുരവും ഇറങ്ങി അവൻ വരും. ഉറപ്പാ ഉറപ്പാ, അവൻ വരും. അവൻ വരും. ഇവിടെ കൊണ്ടുവന്നാ ഇങ്ങനെ വരുത്തുന്നതാണ്. അല്ല, ഈ പുള്ളി പറഞ്ഞ കറക്റ്റാണോ? അതാ പറഞ്ഞു. അയ്യോ, കരണ്ട് പോയല്ലോ. ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പം പിന്നിൽ നിന്ന് അർപ്പിക്കുന്നു. വൃത്തികെട്ട പരിപാടി കാണിക്കരുത്. ഒരു ആഹാര സാധനം കഴിച്ചോണ്ടിരിക്കുമ്പോ, ആരെങ്കിലും ആഹാര സാധനം കഴിച്ചോണ്ടിരിക്കുമ്പോ പിന്നിൽ നിന്ന് വിളിച്ച് അർപ്പിക്കുവോ? വൃത്തികെട്ട പരിപാടിയല്ലോ അത്. നിങ്ങൾ ആരാന്ന്? ഞാൻ ട്രാക്കുള. ഇതാ ഇതാണ് ട്രാക്കുള. എന്താ ഇത്ര ചിരിക്കാൻ? എന്താ ഇത്ര ചിരിക്കാൻ? ട്രാക്കുള ഇവിടെ തുണിയില്ലാതെ നിൽക്കുവാണോ? ട്രാക്കുള എന്നൊക്കെ പറഞ്ഞ 6-7.5 അടി ഉയരത്തിലും അതിന്റെ വണ്ണത്തിലുള്ള ആളാണ് ഈ ട്രാക്കുള. ഇതെന്ത് നിങ്ങൾ ഇങ്ങനെ? നിങ്ങൾ ഈ പറഞ്ഞ ഒന്ന് ചിരി നിർത്ത്. ഞാൻ ഒന്ന് പറയുന്ന കേക്ക്. 7-7.5 അടി പൊക്കവും ഇത്രയും മണ്ണും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ കേരളത്തിൽ വന്ന് ചോര കുടിച്ചതാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, ഉണങ്ങിപ്പോയത്. അങ്ങനെ പറ്റിയത്? ഇവിടെ കേരളത്തിൽ ആർക്കെങ്കിലും ഷുഗർ ഇല്ലാത്തതായിട്ട് ഏതെങ്കിലും ഒരുത്തനുണ്ടോ? അങ്ങനെ ഷുഗറുള്ള രക്തം കുടിച്ചാണ് ഞാനും ഉണങ്ങിപ്പോയത്. എനിക്ക് ഷുഗർ അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ മെലിഞ്ഞു ഉണങ്ങിപ്പോയതല്ല. നിങ്ങൾ ഇതിന് ഈ ഓസിന് ചോര കുടിക്കാൻ നിൽക്കണേ? എന്താ, നിങ്ങൾ ഒരു ട്രാക്കുളയല്ലേ? അതെ. ഒരാണിനെ ഓടിച്ചിട്ട് പിടിച്ച് ചോര കുടിക്കാൻ പാടില്ല നിങ്ങൾക്ക്? ഞാൻ ഇന്നലെ ഒരുത്തനെ ഇങ്ങനെ പോയി ഞാൻ ചോറ് കുടിക്കാൻ ചെന്നാണ്. അവൻ എന്റെ മൂക്കാമ്പട്ട ഇടിച്ച് തകർത്തു. അവൻ എന്നോട് പറയുവാ, എന്റെ മൂക്കിടിച്ച് തകർത്തിട്ട് പറയുവാ, പാതിരാത്രി ഫ്രഞ്ച് കിസ് അടിക്കാൻ വരുന്നോളൂ ആ പട്ടിന്ന്. ഞാൻ ഇളീഫ്യനായി പോയി. ഇളീഫ്യൻ. കുപ്പിയിരിക്കുന്ന ചുടിച്ചോറ് എടുത്ത് കുടിക്കേ. അങ്ങനെ കുടിക്കാൻ പറ്റില്ല. അതെന്താ? നീയൊന്നും ഈ കേരളത്തിലൂടെ വിജയിക്കുന്നത്. കേരളത്തിൽ ഏതെങ്കിലും സാധനം വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ? മൊത്തം വിഷമല്ലേ? വിഷം മായമല്ലേ? വിഷമാണ്. ഇതിനെ ഞാൻ ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയി ഇതിനകത്ത് വിഷമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഞാൻ കുടിക്കാൻ. ഷുഗറുണ്ടായാലും കുഴപ്പമില്ല, ഈ വിഷമാണ്. ഇപ്പൊ ഒക്കെ
മോർഫാലിനും ഒക്കെ കലർന്നു അല്ല ഞാൻ ചോദിച്ചാൽ നിങ്ങളിപ്പോ തന്നെ കേരളത്തിൽ വന്ന് നിങ്ങൾക്ക് പിന്നെ സാധാരണ വിദേശങ്ങളിലല്ലേ ഇംഗ്ലീഷ് രാജ്യങ്ങളിലല്ലേ ട്രാക്കുള ഉള്ളത്? അതെ 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 ആ അതെ 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 ഇംഗ്ലണ്ടിലൊക്കെ അങ്ങനെ ഞങ്ങൾ കേട്ടേക്കണേ. ആ അപ്പൊ ഞാനിങ്ങോട്ട് വന്നോ കുഴപ്പമായി? ആ അല്ല അവിടെയുള്ള ആൾ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇവിടെ ഈ കത്രീന, ഓഖി, ഇപ്പൊ ഏറ്റവും അവസാനം വരുന്ന വന്നല്ലോ നിപ്പ, ഇതെല്ലാം വിദേശത്തുള്ളതല്ലേ? ഇവിടെ വന്നപ്പോ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചായിരുന്നോ എന്തിനു വന്നു? ഞാൻ വന്നപ്പോ ഡ്രാക്കുള പാവം പിടിച്ചവൻ വന്നപ്പോ എല്ലാരും ചോദിക്കാനുണ്ട്. ആ ട്രാക്കുള തമാശ പറയാം, തമാശയൊക്കെ പറയാൻ അറിയാലോ, അടിപൊളിയായിട്ട് കോമഡി ഒക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കാണുന്ന ഗൗരവൊക്കെ ഉള്ളു. ഞാൻ ഇപ്പം ഒരു 3 മാസക്കാലമായിട്ട് ഞാൻ ഇപ്പം ഭയങ്കര കൊമേഡിയനാണ്. അതെങ്ങനെ? 3 മാസം കൊണ്ട് ഇവിടെ ഈ പരിപാടി ഞാൻ കാണുകല്ലേ. ശരി, എല്ലാവരും എനിക്ക് അറിയാം. എനിക്കിപ്പോ കോമഡി ഇവിടെ ചെന്ന് ചെയ്താലൊക്കെ ആഗ്രഹമുണ്ട്. ഒരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്. വേറൊരു കാര്യം കേൾക്കണം. എന്തുവാടാ നിനക്ക്? നീ മാത്രം ചെയ്താൽ മതിയോടാ, അല്ലേ? കൊള്ളാമല്ലോ. എല്ലാം പഠിച്ചല്ലോ. എന്നാ പിന്നെ നിങ്ങൾക്ക് വന്ന് ചെയ്തൂടെ, കോമഡി ചെയ്തൂടെ? എങ്ങനെ ചെയ്യും? ഈ കൊച്ചെന്നെ ഒന്ന് വിളിക്കണ്ടേ? ഈ കുട്ടി വിളിക്കുന്നത് ആരെയൊക്കെയാ? വെൽക്കം നെൽസൺ ശൂരനാട്, വെൽക്കം ബിനു അടിമാലി, വെൽക്കം ഉല്ലാസ് പന്തളം, ഇവരെയൊക്കെയാണ് വിളിക്കുന്നത്. വെൽക്കം ഡ്രാക്കുള എന്നും വന്ന് വിളിച്ചാലല്ലേ പൂച്ച ചാടി 4-ാം കാലം വന്ന് നിൽക്കുന്ന പോലെ ഞാൻ ഇവിടെ നിന്ന് പരിപാടി ചെയ്യില്ലായിരുന്നോ? അല്ല അങ്ങനെ പൂച്ച 4-ാം കാലം വീണാലും നിങ്ങൾ ഇവിടെ വീഴണ്ട. അതിനിവിടെ കഴിവുള്ള ആമ്പിള്ളേര് വേറെ ഉണ്ട്. ഇപ്പൊ എനിക്ക് കഴിവില്ല. ഞാൻ ഇത്രയും നിങ്ങളൊക്കെ ഞാൻ അനുകരിച്ചില്ലേ? ഇപ്പൊ ഈ വടയക്ഷി പിന്നെ എന്തേലും രക്ഷിയുടെ അങ്ങനെയൊക്കെ ഉള്ള യക്ഷികളൊക്കെ ഇപ്പോഴും ഉണ്ടോ? എന്തോ ഈ വടയക്ഷിയും കല്യാണക്കാട്ട് നീലിയൊക്കെ ഇപ്പൊ ഉണ്ടോ? ഈ വടയക്ഷി ഉണ്ടോ, പഴംപൊരി യക്ഷി ഉണ്ടോ? നിങ്ങളൊക്കെ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. യക്ഷികളൊന്നും ഉണ്ണാറില്ല. പിന്നെ അവര് ചോര കുടിക്കാറേ ഉള്ളെന്നാണ് എന്റെ അറിവ്. അല്ല എന്നാലും ഇപ്പൊ ഇവര് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവണമല്ലോ. യക്ഷിയുണ്ട്, യക്ഷികൾ ഇപ്പൊ നിലവിലുണ്ട്. അല്ല എന്നിട്ട് ഞങ്ങൾ കറങ്ങിടക്കണം കണ്ടിട്ടില്ലല്ലോ. ഇവിടെ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് പട്ടാപ്പകൽ ഇവിടെ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ പാതിരാത്രി നടക്കുന്ന യക്ഷികളുടെ കാര്യം വെച്ചേക്കുമാര് അതല്ലെന്നേ, നിങ്ങൾ ഇതിന്റെ ഫീൽഡിൽ നിൽക്കണോണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല അവരെ പറ്റി. നിങ്ങൾ ആ ഫീൽഡിൽ നിൽക്കണോണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അവരിപ്പോ എവിടെ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റില്ലോ. ലുലുമാളിൽ ഒരു ടെക്സ്റ്റൈൽസില് 10,000 രൂപയ്ക്ക് സെയിൽസ് ഗേൾസ് ആയിട്ട് നിൽക്കുന്നു. ആണോ? എടാ പോടാ എണ്ണിച്ചോ. ചോദ്യം ചോദിക്കുന്നത് അതുകൊള്ളല്ലേ ഇവിടെ വന്ന് കയറി എന്നിട്ട് ഉള്ള ചോരയും കുടിക്കാനായിട്ട് വന്നിട്ട് ഇപ്പൊ ഞങ്ങളോട് പോകാൻ പറയുന്ന. ഞങ്ങളുടെ ഫ്ലോർ അത് ഞങ്ങളുടെ ഫ്ലോറിൽ വന്നിട്ട് ഞങ്ങളോട് പോകാനോ? ഇയാൾ ഇറങ്ങി പോണോ? അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല. എന്താ പറ്റുന്ന? വിളിച്ചു വരുത്തിയവര് സംരക്ഷിക്കണം. നിങ്ങളല്ലേ വിളിച്ചു വരുത്തിയത്? നിങ്ങൾ വിളിച്ചു വരും. ഞങ്ങൾ ആരെ വിളിച്ചു വരുത്തിയിട്ടൊന്നുമില്ല. ട്രാക്കുളയുടെ നിയമം അങ്ങനെയാണ്. ആര് വിളിച്ചു വരുന്നു അവരെ കൊണ്ടേ ഞാൻ പോകും. ഞാൻ നിങ്ങളുടെ കൂടാണ്. ഞങ്ങൾ തന്നെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളെ കയറ്റണല്ലോ. ഇനി ഇയാൾ എങ്ങനെ വിളിച്ചോണ്ട് ചെന്ന് എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മാത്രമേ വിളിച്ചു വരുന്നത് നമ്മളല്ലല്ലോ. പിന്നെ വാച്ചറല്ലേ ചോരയും കൊണ്ട് വെച്ചിട്ട് വിളിച്ചത്. ആ വാച്ചറ വിളിച്ചു വരുത്തിയത്. അയാളുടെ കൂടെ പോണം. ഏതോ പുട്ടുകുറ്റി പോലത്തെ ടോർച്ചും ഒരു ചിമ്മിനിയായിട്ട് വന്നിരുത്തണം. മറ്റേ പട്ടൊന്നൂൽ പുഴുവിന്റെ മുഖമുള്ള ഒരു ആ നാശം പിടിച്ചു വേണം എന്റെ സകല റേറ്റിംഗും കളയുന്നത്. അവനെ കണ്ടാൽ അന്ന് ഫസ്റ്റിൽ അവന്റെ ചോര കുടിച്ച് അവനെ കൊല്ലും. ആണോ? പക്ഷെ എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് വരും. ഞാൻ പോവില്ല. ഇറങ്ങി പോകാനായിട്ടാ പറഞ്ഞ. ഇറങ്ങി പോകാൻ പറ്റില്ലെന്ന്. അതാ പറ്റാത്ത. എനിക്ക് സൗകര്യമില്ലടോ. സൗകര്യമുണ്ട്. ഇറങ്ങി പോണം. എനിക്ക് ഡെയിലി 6 കുപ്പി ചോറ് തരണം. 6 കുപ്പി ചോരയോ? അതെന്നാ ഇടപാടത്? രാവിലെ ഇളപ്പനും വൈകിട്ട് മൂപ്പനും. എന്താ സമ്മതിച്ചോ? അല്ല സമ്മതിക്കൊന്നുമില്ല. ഇയാള് പോകില്ല എന്ന് പറഞ്ഞാൽ ഇയാളെ പോകാനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ട്. എന്നാ പിന്നെ അത് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്നാ പിന്നെ അത് കണ്ടിട്ട് പോവാം. എന്നാ പിന്നെ അത് കാണിച്ചിട്ട് തന്നെ. എന്നാ പോകാനുള്ള വകുപ്പ് എന്ത് വകുപ്പാണ് തന്റെ കയ്യിലുള്ളത്? ഈ ഭസ്മം എടുത്തിട്ടോ ഇയാക്കടെ മുഖത്തെറിഞ്ഞാണല്ലോ മെഴുകുതിരി ഉരുക്കി പോണ ഇയാൾ ഉരുക്കി പോകുന്നേ കണ്ടോ? കാട്ടിലും മൂക്കിലൊക്കെ കുന്തം പാരി എറിഞ്ഞോ. ഇതൊക്കെ ഞാൻ പോകുന്ന ആരാണ് നിന്നോട് പറഞ്ഞത്? മറ്റേ പട്ടുന്നൂൽ പുഴുവിനുണ്ടായ ഏത് പട്ടു? പിന്നെ അവനെ ഞാൻ വ്യക്തിഗതല്ല ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ കണ്ടോ ഞാൻ പുട്ടുപോലെ ഇവിടെ നിൽക്കുന്നുണ്ടോ? ഞാൻ പോത്തില്ല. ഇതൊന്നും ഏക്കില്ല. ഇറങ്ങി പോകണ്ടോ? എന്റെ സ്വഭാവം മാറി. ഞാൻ പോത്തില്ല. ഞാൻ നിന്റെ കൂടെ വരും. നിന്നെ വേണോ എനിക്ക്? ഞാൻ നിന്റെ കൂടെ വരും. നിന്നെ വേണോ എനിക്ക്? ഇറങ്ങി പോകണം. പോത്തില്ല. പോകാനോട് പറഞ്ഞു. പോത്തില്ല. ഞാൻ അങ്ങനെ പോത്തില്ല. പോത്തില്ല. എരുമയാണോ? പോവില്ലേ? പിന്നെന്താണ്? ഞാൻ പോവാൻ ഇഷ്ടം. ഞാൻ പോവാ. എന്താ ഞാനിപ്പോ ഇത്രയും നേരം
തൊണ്ട പൊട്ടണ രീതിയിൽ നിന്നോട് ഇറങ്ങിപ്പോൻ പറഞ്ഞോ? അലറി കൂവി പറഞ്ഞായിരുന്നു. എന്നിട്ട് പറഞ്ഞായിരുന്നോ? ആ. അപ്പൊ നീ ഇറങ്ങി പോയില്ലല്ലോ. പോയില്ല. മറ്റേ നെൽസൺ ഇങ്ങനെ കൈ കണ്ട് ഇങ്ങനെ കാണിച്ചപ്പോ നീ തന്നെ ഇറങ്ങി പോണേ? അത് പോകും. എന്താ പോവാൻ? എടാ ഈ ഡ്രാക്കുളയുടെ നേരെ ബസ് എന്ന് പറഞ്ഞാൽ ഡ്രാക്കുളയ്ക്ക് പേടിയില്ലെന്ന് തനിക്കറിയത്തില്ലേ? താൻ അത്രയ്ക്ക് ഊളയാണല്ലോ. നെൽസന്റെ കഴുത്തിൽ കുരിശ് കിടപ്പുണ്ട്. ഡ്രാക്കുളയ്ക്ക് കുരിശിനെ മാത്രമേ പേടിയുള്ളൂ. കുരിശ് പറഞ്ഞാൽ ഡ്രാക്കുള പോകും. അതാണ് ശാസ്ത്രം, അതാ correct. അതാണ് നിയമം. ആ. മനസ്സിലായില്ലേ? അപ്പൊ കുരിശ് പറഞ്ഞാൽ ഡ്രാക്കുള പോകും. പോകും. അപ്പൊ നെൽസനാണ് ഇവിടുത്തെ കുരിശ്. അത് വലിയ ഇതാ, ഇത്